അത് ഉത്തരം പറയുന്നതിന് മുൻപ് ആദ്യം തന്നെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഞാനും എൻ്റെ കുടുംബവും പോകുന്നത്. സാധാരണ നിങ്ങൾക്കൊക്കെ ഊഹിക്കാം, നിങ്ങളുടെയൊക്കെ വീട്ടിൽ പെങ്ങന്മാരോ അല്ലെങ്കിൽ അമ്മയോ ഇല്ലാത്തവരില്ല, സ്ത്രീകളില്ലാത്തവരില്ല. സ്വാഭാവികമായിട്ടും 4 പെൺമക്കളെ വളർത്തിക്കൊണ്ടിരുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ എനിക്കത് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. ഞാൻ എൻ്റെ മക്കളെ വളരെ സന്തോഷത്തോടെ വളർത്തിയ ഒരാളാണ്. അതിലൊരു മകൾ ഗർഭിണിയായിട്ടിരിക്കുന്നു. ആ കുട്ടിയുടെ സ്ഥാപനത്തിലാണ് ഇത് നടക്കുന്നത്. ഇത്രയും വിഷയങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ ആദ്യം ഒരു കേസ് കൊടുക്കുകയാണ് എൻ്റെ മകളുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. ആ കേസ് കൊടുത്തതിന് ശേഷം അവർ കൊടുത്ത കൗണ്ടർ കേസിൻ്റെ പേരിലാണ് ഞങ്ങൾക്കെതിരെ അന്വേഷണം നടത്തി ഈ പറഞ്ഞിരിക്കുന്ന വകുപ്പുകളൊക്കെ ഇട്ട് കേസ് ചാർജ് ചെയ്തിരുന്നത്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആദ്യത്തെ 2 മണിക്കൂർ കേൾക്കുന്നവർക്കൊക്കെ തോന്നി ഞങ്ങളാരെയോ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയാണ്. പക്ഷെ അതിനുശേഷം മാധ്യമങ്ങൾ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങളുടെ ഭാഗത്ത് ന്യായമാണെന്നും പൊതുജനങ്ങൾക്ക്, കേരളത്തിലെ സർവ്വ മലയാളികൾക്ക് ഈ ഒരു അറിവ് കൊടുത്ത പത്രമാധ്യമ മീഡിയ സോഷ്യൽ മീഡിയ മേഖലകളിലെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ആദ്യം തന്നെ എൻ്റെ കുടുംബത്തിൻ്റെയും അഗാധമായ നന്ദി രേഖപ്പെടുത്തുകയാണ്, അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി. 2 കേസ്. ഇപ്പോൾ ഈ കേസിനെ പറ്റി എനിക്കൊന്നും പറയാൻ കഴിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കേസ് കൊടുത്തിരിക്കുന്നു, എൻ്റെ മകളുടെ സ്ഥാപനത്തിൽ ഇത്ര രൂപ തട്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു, എൻ്റെ തെളിവ് സഹിതം കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസിനെ ഞാൻ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല, പോലീസുകാർക്ക് എല്ലാം അറിയാം. കാരണം നമ്മുടെ കേരള പോലീസ് വെച്ചാൽ വളരെ മിടുക്കരായ പോലീസുകാരാണ്. അവർ ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ, ഈ 3 കുട്ടികളുടെ സ്റ്റേറ്റ്മെൻറ്റ് അന്വേഷിച്ചാൽ അങ്ങോട്ട് പൈസ പോയിട്ടുണ്ടോ, അവർ എടുത്തിട്ടുണ്ടോ, ഇത് തെളിയിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല, അത് പോലീസ് അന്വേഷിക്കും, കണ്ടെത്തുന്നുള്ളതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ ഞങ്ങൾക്കെതിരെ വെച്ചിരിക്കുന്ന കേസുകളുടെ വകുപ്പുകളെ പറ്റി പറഞ്ഞു. അത് നിങ്ങൾക്ക് ഈ വിവരം ആദ്യം തന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. നിങ്ങൾ തന്നെ അവരോട് ചോദിക്കുക, ഈ പറഞ്ഞ ആരോപണങ്ങൾ വെച്ച് ഇങ്ങനെ FIR ഇട്ടിരിക്കുന്നു, അവർക്ക് തെളിവുണ്ടാവണം. അങ്ങനെ തെളിവുണ്ടെങ്കിൽ അവർ ആ തെളിവ് ഇവിടെ കാണിക്കണം. കാരണം ഇന്നലെയും ഇതിന് മുമ്പത്തെ ദിവസമായിട്ട് ഇരുഭാഗത്തുനിന്നും ഞങ്ങളുടേതായ തെളിവുകൾ മുഴുവൻ കാണിക്കുന്നു, അവരും എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നേ ഉള്ളൂ, തെളിവില്ല. അപ്പോൾ ഈ FIR ഇടണമെങ്കിൽ പോലീസുകാർക്ക് എന്തെങ്കിലും കാണുമല്ലോ. അത് ദയവ് ചെയ്ത് പോലീസുമായിട്ട് ക്ലിയർ ചെയ്ത് എനിക്കും അതൊന്ന് അറിയാൻ കഴിഞ്ഞാൽ നന്നായിരുന്നു. അപ്പോൾ ആ ദൃശ്യത്തിൽ അവർ പറഞ്ഞ ആ കാര്യങ്ങൾ അപ്പോൾ ഇന്നലെ ഈ ദൃശ്യം പുറത്തു വന്ന കാരണമുണ്ട്, ആദ്യമായിട്ട് താല്പര്യമില്ലാതൊക്കെ പറഞ്ഞത്. പക്ഷേ ഇന്നലെ അപ്രതീക്ഷിതമായി മാധ്യമങ്ങൾക്ക് മുന്നിലാതെ അതൊരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വിടുകയാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആദ്യമേ ഇത്തരം എല്ലാ വീഡിയോകളും നമ്മുടെ കയ്യിൽ ധാരാളം വീഡിയോ ഇരിക്കുക. ഇത് നമുക്ക് കൃത്യമായിട്ട് കിട്ടണമല്ലോ, നമ്മുടെ കയ്യിലോട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റൂ. കാരണം നമ്മളും എടുത്ത കുറേ വീഡിയോസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ ആദ്യം ഷെയർ ചെയ്തു. പിന്നീടാണ് ഇവർ വന്ന് നമുക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ മുഴുവൻ പറയുമ്പോഴത്തേക്ക്, അല്ല, ആ ആരോപണങ്ങൾ അവർ തന്നെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് ക്ലിയറാണ്, അവർ 3 പേരും സംസാരിക്കുന്നത് എൻ്റെ മകളുമായിട്ട്. അവരെന്തിനാണ് ആ വീഡിയോ ഇറക്കിയെന്ന് പിടികിട്ടുന്നില്ല. സർവ്വ കുറ്റസമ്മതം നടത്തി അവർ പണം എടുത്തിരിക്കുന്നു അവർ തന്നെ പറയുന്ന വീഡിയോ അവരിറക്കിയിരിക്കുന്നു. അതിൽ കൂടെ വേറെ തെളിവൊന്നും വേണ്ട. നിങ്ങൾ നോക്കിയാൽ നിങ്ങളെല്ലാവരും കണ്ടു കാണും. എനിക്കൊന്ന് ഇന്നലെ രാത്രി തന്നെ അതിന് വളരെയധികം വ്യൂസ് വന്നിരിക്കുന്ന വീഡിയോ, അവർ റിലീസ് ചെയ്ത വീഡിയോ. എന്തോ മനഃപൂർവ്വം ഭീഷണിപ്പെടുത്തി പുറത്തു പറഞ്ഞാൽ കൊന്നുകളയും, രാഷ്ട്രീയ സ്വാധീനം തീർത്തു കളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയോട് അവർ പറയാൻ നിർബന്ധിതരായി എന്നാണ് അവർ പറയുന്നത്. അല്ല, അതാ പറഞ്ഞത്, അവർ പറഞ്ഞത് കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ ഈ നിർബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സംഭവം അവർ കൊണ്ടുവരട്ടെ, കൊണ്ടുവന്നാൽ തീർന്നില്ലേ? ഇതൊന്നും ഇന്നലെ നിങ്ങൾ വിട്ടത് 12 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ്. 12 മിനിറ്റ് ദൈർഘ്യമുള്ളത് ഒരു വീഡിയോ ഫുൾ സ്ട്രെച്ച് ആണ്, പക്ഷെ അതിനിടയ്ക്ക് എഡിറ്റഡ് വെർഷനാണ് വിട്ടിരിക്കുന്നത്. അതറിയില്ല ഏത് വീഡിയോയിലാണ്, ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. കാരണം ഇന്നലെ സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വിട്ടത് 12 മിനിറ്റുള്ള വീഡിയോ ആണ്. അതിൽ ആദ്യത്തെ ഭാഗങ്ങൾ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്തത് ഇവർ 40,000. സ്വാഭാവികമായിട്ട് നിയമപരമായി എന്തെങ്കിലും കുഴപ്പമുള്ള ഭാഗങ്ങളുണ്ടാവും, അതുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരും. ഞാനല്ലേ ഇട്ടിരിക്കുന്നത്, ഞാൻ കണ്ടിട്ടില്ല. വേറെ കാര്യം ആയിരിക്കട്ടെ, ഇവരുടെ ഏതെങ്കിലും വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവർ ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടോ? അല്ല, അതല്ല, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇവരെ ഞങ്ങൾ മർദ്ദിച്ചു അല്ലെങ്കിൽ ഇവരെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു, ഇവർ ഈ പറയുന്ന ഏതെങ്കിലും ഒരു വീഡിയോ തെളിവോ എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അറിയിക്കുക. ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്. അവർ ഇൻട്രോഗേഷൻ്റെ സ്വഭാവമായിട്ട് വരുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് പോലീസ് സ്റ്റേഷനിൽ പോവുക, കൃത്യമായിട്ട് അങ്ങനെ നിയമപരമായിട്ട് പോകുന്നതിന് പകരം അവർ വിളിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവരുന്നു, നിങ്ങളിങ്ങനെ ചെയ്തില്ലേ, ഒരു ക്വസ്റ്റ്യനിങ് രീതിയിലേക്ക് പോകുന്നു. അതൊരു ശരിയായ രീതിയാണ്. ഇതിനകത്ത് ശരിയും തെറ്റും നിങ്ങൾക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ചോദിക്കാം, പക്ഷേ അതിന് ഉത്തരം ഞാൻ തരാം. ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ചെറിയ പെൺകുട്ടി ഒരു ബിസിനസ് തുടങ്ങി കുറച്ച് പേർക്ക് ജോലിയും കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ
ഈ പണം തട്ടിക്കൊണ്ട് പോകുമ്പോഴുള്ള വേദന ഈ ബിസിനസ് ചെയ്തവർക്ക് മാത്രമേ ബുദ്ധിമുട്ട് വരൂ. കാരണം നമ്മുടെ കയ്യിൽ നിന്നൊരു 10,000 രൂപ പോയാൽ എൻ്റെ തൊഴിലാളികളാണ് എടുത്തിരിക്കുന്നത്, തൊഴിലാളി ആദ്യം എനിക്ക് ചോദിക്കണമല്ലോ, ചോദിക്കാതെ നമുക്ക് പറ്റത്തില്ല. പിന്നെ ചോദിക്കുന്ന രീതികൾ, നമ്മളിൽ പലരും പല തരത്തിൽ ജനിച്ചു വളർന്നും പല സാഹചര്യത്തിൽ വളർന്നു വരിക. നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ചോദിക്കും. പണം പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിന്നോ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നോ പണം കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആദ്യം ചോദിക്കും. അല്ല നേരെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകില്ല, കാരണം ഇവരാണോ എടുത്തിരിക്കുന്നത്, എത്രയാണ് എടുത്തിരിക്കുന്നത്, നമുക്കൊരു ഏകദേശം ധാരണ വേണ്ടേ. നമുക്ക് ധാരണ കിട്ടാൻ നമ്മളെങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോവുക? വെറുതെ ഒരാൾക്ക് പരാതിയുമായിട്ട് പോകാൻ പറ്റൂ? എന്നിട്ട് പോലും ഞങ്ങൾ പോയില്ല. കാരണം ആദ്യം ഇവർ ചെറുതായിട്ട് ഇവർ സമ്മതിക്കുന്നുണ്ട്, ഞങ്ങൾ ഇത്ര എടുത്തു അത്ര എടുത്തു എന്ന്. കുറേ കഴിഞ്ഞ് ഇവരുടെ ഫോൺ വാങ്ങിച്ച് നോക്കുമ്പോഴാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. അതായത് എല്ലാം QR കോഡ് ഉപയോഗിച്ച് ഇവരുടെ ഇതിലോട്ട് പോയിരിക്കുന്നു. ആദ്യം ഒരു കുട്ടി വാങ്ങിക്കും, ആ കുട്ടി 2 പേർക്ക് ഷെയർ ചെയ്തിരിക്കുന്നു. വീണ്ടും അടുത്ത കുട്ടിയുടെ ഫോണിലാണ് വാങ്ങിച്ചിരിക്കുന്നത്, ആ കുട്ടിയുടെ നിന്ന് ഈ കുട്ടികൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നു. ഇത് മുഴുവൻ ഇവരുടെ ഫോണിലെ GPayയുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിക്കകത്ത് കിടക്കുക. അപ്പം നമ്മൾ ഇവരടുത്ത് ചോദിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല.